എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇഷ്ടം എന്ന സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ കൈലാസും മഞ്ജുമയും വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, കൈലാസ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇഷിത എന്തായാലും ഇനി തിരിച്ചു വരത്തില്ല, അളിയൻ ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈലാസിൻ്റെ മനസ്സിലൂടെ ഒരു ചിന്തയും പോകുന്നുണ്ട്. കൈലാസ് മനസ്സിൽ തന്നെ ചിന്തിക്കുന്നത് ഇവൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, ഇവരെനിക്കിട്ട് നന്നായിട്ട് ആക്കുന്നുണ്ടെന്ന് പറയുന്നു, മനസ്സിൽ പറയുകയാണ്. അപ്പം മഹേഷ് പറയുന്നത്, എന്തായാലും ആളെയും തീരുമാനം മാറ്റ്, എൻ്റെ പെങ്ങള് ഇവിടെ തന്നെ താമസിക്കട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ എന്നുള്ള രീതിയിൽ മഹേഷ് പറയണം. മഹേഷിനെ എങ്ങനെയാലും അവരെ കുറച്ച് നേരം അവിടെ പിടിച്ച് നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് മഹേഷ് പറയുകയാണ് പോകണ്ട എന്ന്. എന്നിട്ട് മഹേഷ് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ഇഷിത ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ നോക്കുകയാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ നിന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തലകറങ്ങി വീഴുന്നു. അപ്പോൾ അവരുടെ പേരൻസ് ആ കുട്ടിയെ കൊണ്ട് ഇഷിതയെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇഷിത കുട്ടിയോട് ചോദിക്കുന്നു, മോളെ വൈകുന്നേരം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും മോള് കഴിച്ചോ ഒന്ന് ഓർത്ത് നോക്കാൻ പറയുന്നു. അപ്പോൾ പറയുന്നു, ഒരു മിഠായി കഴിച്ചെന്ന് പറയുന്നു. അപ്പോൾ എവിടുന്നാണെന്ന് ചോദിക്കുന്നത്, അതെൻ്റെ കൂട്ടുകാരി തന്ന സ്കൂളിനടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ആ മിഠായിയാണ് വില്ലൻ, അതിൽ മയക്കുമരുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. മോളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ മെഡിസിനൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇഷിതയ്ക്ക് ഒരു കോള് വരുന്നു. വേറെ ആരുമല്ല, വിനോദ് പറയുന്നു, ഏട്ടത്തി ഒന്ന് ഫ്ലാറ്റിലേക്ക് പെട്ടെന്ന് വരണം എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഇന്നാണ് ഏട്ടത്തെ അഗ്നിശുദ്ധി വരുത്തണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നു, ഇനി ഞാനൊരു പരീക്ഷ ഒന്നുമില്ല, എന്താണ് മഹേഷിൻ്റെ പ്ലാൻ എന്ന് പറയാൻ പറയുന്നു. അങ്ങനെ വിനോദ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, ഞാൻ വരാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹേഷിൻ്റെ വീടാണ്. മഹേഷിൻ്റെ വീട്ടിൽ നമ്മുടെ മഞ്ജിമയും കൈലാസും ഇറങ്ങാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ സ്വപ്നവല്ലി ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വപ്നവല്ലി നോക്കുമ്പോൾ കൈലാസ് ബാഗൊക്കെ പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, അയ്യോ നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം കൈലാസ് പറയുന്നു, അതെ അതെ ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞതല്ലേ രാമൻ വന്നിട്ട് എന്തായാലും പോകാം, നിങ്ങൾക്ക് അതുവരെ നിൽക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും വരണ്ട, ഇഷിതയെ മഹേഷ് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ പിന്നെ മഹേഷും പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോഴത്തേനും കൈലാസിനെ ബാഗ് തൂക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുവാണ്. അപ്പോൾ കൈലാസിനോട് ചോദിക്കുന്നു, പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈലാസ് പറഞ്ഞു, ഞാൻ പൊക്കോളാം ഏട്ടാ, കാരണം നിങ്ങൾ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇഷിത എന്തായാലും ഇനി വരില്ല എന്നുള്ള രീതിയിൽ പറയണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഡോറ് തുറന്ന് നമ്മുടെ ഇഷിത അകത്തേക്ക് വരികയാണ്. ഇത് കണ്ട സ്വപ്നവല്ലിക്ക് അങ്ങ് ഹാലിലിളകുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പം മഹേഷ് പറയുന്നു, അവളെൻ്റെ ഭാര്യയല്ലേ, അവൾ ഇവിടെയല്ലേ താമസിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഡോറിൽ ആരോ കൊട്ടുകയാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി പറയുന്നത്, ആരാണോ ഈ നശിച്ച് നേരത്ത് വരുന്നതെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ തുറക്കുമ്പോഴത്തേനും ഒരു പെണ്ണ്. അപ്പോൾ നമ്മുടെ കൈലാസിന് പെട്ടെന്ന് ഇതായി. കൈലാസ് പറയുന്നു, ഇത് എന്നെ കൊടുക്കാനുള്ള പരിപാടിയാണ്, ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എൻ്റെ തലയിൽ വയ്ക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പം മഹേഷ് പറയുന്നതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കൈലാസിന് അളിയൻ ഈ പെണ്ണിനെ അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അവിടെ തന്നെ കൈലാസിന് പണി പാളുകയാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. അപ്പം മയൂരി അകത്തേക്ക് വരികയാണ്. അപ്പം മയൂരിയോട് ചോദിക്കുന്നു, നിനക്ക് ഇവനെ അപ്പോൾ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ മയൂരി കൈലാസിൻ്റെ എല്ലാ വൃത്തികേടുകളും അവിടെ തുറന്ന് കാട്ടുകയാണ്. മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളും അതുപോലെ ട്രാൻസ്ഫർ ചെയ്ത പൈസയുടെ എമൗണ്ടും എല്ലാ കാര്യങ്ങളും അങ്ങ് വിശദീകരിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കൈലാസ് ആകെ വേർത്തങ്ങ് നിൽക്കുകയാണ്. മഹേഷ് നല്ല പൊട്ടീര് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൈലാസിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മുടെ മയൂര് പറയുന്നു, ഇനിയും തെളിവുകളുണ്ട് വേണം. അപ്പം അതിനിടയിൽ നമ്മൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, നീ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മയൂര് പറയുന്നത്, ഒരു തെളിവില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാ തെളിവുകളടക്കെല്ലാം കാണിച്ച് നമ്മുടെ കൈലാസിനെ പൂട്ടുകയാണ്. അപ്പോൾ കൂടുതൽ തെളിവ് കളിക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നത്, എല്ലാം നീ കയ്യിൽ വെച്ചോ, പോലീസിന് കൈമാറിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, നീ ഒരു പാവമായിപ്പോയി, നിന്നെ കൊണ്ട് ഇവൻ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മയൂരിയെ കൈലാസിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഇനി ഞാൻ പറയണോ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ മയൂരി നന്നായിട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മഞ്ജുമയും സ്വപ്നവല്ലിയും എല്ലാം ഇരുന്ന് പൊട്ടിക്കരയുകയാണ്, എന്ത് ചെയ്യണമെന്ന് പറയാത്ത അവസ്ഥയെ. അങ്ങനെ മയൂരി തല്ലുന്ന
സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വിനോദിനെ അറസ്റ്റ് ചെയ്യുന്നു, ലോക്കപ്പിലാക്കുന്നു. പിന്നീട് മഹേഷ് ആകെ വിഷമത്തിലാവുന്നു. തൻ്റെ പെങ്ങൾ ഒരു സൈഡ്, തൻ്റെ ഭാര്യ ഒരു സൈഡ്. പക്ഷേ ഇഷിത വീണ്ടും കൂട്ടാക്കുന്നില്ല മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അനുനയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന എപ്പിസോഡുകളാണ് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. വളരെ മനോഹരമായ മുഹൂർത്തങ്ങളായിരിക്കും നാളെ ഉള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.